നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ചേർത്ത കഴിഞ്ഞ ദിവസം മാനവീയം വീഥി, വലിയ സാംസ്കാരിക വീഥിയാണ് തിരുവനന്തപുരത്തെ. അവിടെ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായി. അവിടെ ഒരു സംഘർഷമുണ്ടായി, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ. അതിൽ ഒരു വ്യക്തിക്ക് ഗുരുതരമായി വെട്ടേറ്റു, ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു മുൻപും മാനവീയം വീഥി ഇത്തരം ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ലൂസ് ടോക്കിൽ സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്ന ക്രമസമാധാന ലംഘനം അല്ലെങ്കിൽ ക്രമസമാധാന പാലന ലംഘനത്തെക്കുറിച്ചാണ്. സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ബോംബ് സ്ഫോടനത്തിൽ കൈപ്പത്തി നഷ്ടപ്പെടുന്നു, അത് രാഷ്ട്രീയമാക്കുന്നു. അങ്ങനെ വിവിധ സംഘർഷ മേഖലകൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ്. അത് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയാത്തത് എന്ന ചോദ്യം കൂടി ഇതിനിടയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും അതുപോലെ രാസലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു ദിവസം തന്നെ മിനിമം ഒരു 10 കേസെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നുണ്ട്. കഞ്ചാവ് കടത്ത് സംസ്ഥാനാന്തര പാതകളിലൂടെയൊക്കെ തന്നെ ധാരാളം കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ കടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലോഡ്ജുകളിൽ നിന്ന് മയക്കുമരുന്നും ഇതുപോലെയുള്ള MDMA പോലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ ശേഖരം കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലന രംഗത്തെ കടുത്ത വീഴ്ചകൾ തന്നെയാണ് എന്ന് പറയാതെ വയ്യ, അല്ലേ? അതെ, പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടി വന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും ചിന്തിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മളൊരു മാർക്ക് കൊടുക്കുകയാണ്, നമ്മുടെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ള സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നില്ല. കാരണം ഇത്രയും നിർണായകമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം തന്നെ. അതിൽ തന്നെ ഏറ്റവും അതീവ ജാഗ്രതയോടെ നിൽക്കേണ്ട, ഇപ്പൊ ഇവിടുത്തെ പോലീസിങ്ങിനെ കുറിച്ച് നമ്മൾ പല രീതിയിൽ പല വിമർശിച്ച് കഴിയും. നമുക്ക് അവരുടെ ഗതികേടൊക്കെ അറിയാം. പെട്രോൾ അടിക്കാൻ പോലും കാശില്ല, അതുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്രമണം ഏറ്റുവാങ്ങാൻ ആവശ്യത്തിന് പോലീസുകാരില്ല. എന്നിട്ടും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് നടയിൽ 63 ദിവസം സമരം ചെയ്ത CPO റാങ്ക് ഹോൾഡേഴ്സ് അവർ കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ വാർത്ത നമ്മൾ മറുനാടൻ പലകുറി ഇവരുടെ ഈ വേദന റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ടും നിയമനം കൊടുത്തില്ല. DYFI, AYF പോലുള്ള ഇടതുപക്ഷ സംഘടനകൾ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ DYFIയും AYFും ഒക്കെ എത്രത്തോളം സമരമുഖത്തുണ്ടായിരിക്കും. അവരൊന്നും മിണ്ടിയതില്ല, ഒരു പിന്തുണയും കൊടുത്തില്ല. സർക്കാർ കണ്ണടച്ചു നിന്നു. ആവശ്യത്തിന് പോലീസുകാരില്ല. ഇവിടെ നിയമപാലനം കൃത്യമായി നടക്കുന്നില്ല. ഇവിടെ എവിടെയെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെ പഴയ പോലെ സമരങ്ങൾ ഇപ്പൊ എനിക്കൊന്ന് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് തന്നെ പറയാം. സമരങ്ങളില്ല. അതുപോലെ തന്നെ ഇത്രയും ഇവർക്ക് കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും നടന്നതിന് ശേഷമുള്ള ഈ ഒരു പ്രക്രിയ എന്തായാലും അത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഈ അടുത്തിടെ നമ്മൾ കുറെ വാർത്തകൾ കണ്ടാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മൂക്കിൻ തുമ്പത്താണത് മാനവീയം അറിയാവുന്നവർക്കറിയാം. അതെ, അവിടെ പോലും പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ കുടുംബങ്ങളും കുട്ടികളും എല്ലാം വരുന്ന ഒരു സ്ഥലം. അവിടെയാണ് നമ്മൾ ഇപ്പൊ പട്ടാപ്പകൽ പോയാലും ശരിയാണ്. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളപ്പോഴും നമ്മുടെ ഫാമിലിയായിട്ട് പോകാന്ന് വിചാരിച്ചു 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ച് മടങ്ങേണ്ടി വന്നൊരു സ്ഥലം കൂടിയാണ്. യുവാക്കളെല്ലാം തന്നെ കൈയടക്കി വയ്ക്കുന്നുണ്ട്, സന്തോഷം തന്നെ, പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം തന്നെ. പക്ഷെ ഇതിന്റെ മറപറ്റി കുറെ സാമൂഹിക വിരുദ്ധർ അതിന് ചൂഷണം ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ ഇതെന്നൊക്കെ പോലീസ് എത്ര തവണ അത് പറഞ്ഞിട്ടും അതിനകത്ത് കാര്യക്ഷമമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് എനിക്ക്. ഇതിനകത്ത് പലരും ഇങ്ങനെ ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ചോദിക്കും പലപ്പോഴും, എന്താണ് അവിടെ അങ്ങനെ പാട്ട് പാടിയാൽ കുഴപ്പം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ അവിടെ രാത്രിയിൽ നൃത്തമാടിയാൽ എന്താണ് കുഴപ്പം, അവിടെ ഇത്തരത്തിലുള്ള കലാപരമായ പ്രകടനങ്ങൾ നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ. അപ്പോഴാണ് ശരത് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ മറവിൽ നടക്കുന്നത് വേറെ പലതുമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതുപോലെയുള്ള കൊലപാതക ശ്രമങ്ങളും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു യുവാവിനെ ഗ്രൂപ്പ് ചേർന്ന് ആക്രമിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. അതും വലിയ വാർത്തയായിരുന്നു ആ സമയത്ത്. അപ്പം മാനവീയ വീഥി 24 മണിക്കൂറും തുറന്നു കൊടുക്കണം എന്നുള്ള ആ രീതിയിലേക്ക് ഉള്ള അഭിപ്രായങ്ങൾ പല സാംസ്കാരിക പ്രമുഖരുടെ ഇടയിൽ നിന്നും വരികയാണ്. യുവാക്കൾ ആഘോഷിക്കട്ടെ. യുവാക്കൾ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണോ? പാട്ട് പാടിക്കോട്ടെ, കഥ പറഞ്ഞോട്ടെ, നൃത്തമാടിക്കോട്ടെ. പക്ഷേ അതിനിടയിൽ ഈ മയക്കുമരുന്ന് ലോബിയും ഇതുപോലെയുള്ള കഞ്ചാവ് ലോബിയും ഒക്കെ ഇടയിൽ കയറി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അതിനെ വേണ്ട രീതിയിൽ കാണാത്തതെന്ത്, അതിന് വേണ്ട നടപടികൾ, മാതൃകാപരമായ നടപടികൾ എടുക്കാത്തതെന്ത് എന്ന ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും വേണ്ട രീതിയിൽ ആ പ്രദേശത്ത് ഒരു ശക്തമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്താത്തതെന്ത് എന്ന ചോദ്യമാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെ മാത്രം കാര്യമല്ല. കോഴിക്കോട് ചില പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ച് ഇത്തരം ലോബികൾ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അവിടെയൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു, അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ഒക്കെ തന്നെ ഇത്തരം കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ക്രമസമാധാന പാലന രംഗത്ത് ഒരു അധപ്പതനത്തിന്റെ അല്ലെങ്കിൽ ഒരു അപജയത്തിന്റെ രീതിയിലേക്കാണ് പ്രബുദ്ധ കേരളം എന്ന സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും എന്നുള്ള വളരെ ഖേദകരമായ അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. രാത്രികാലങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. കാരണം ഇവിടെ നമുക്ക് നൈറ്റ് ലൈഫ് വേണം. പക്ഷേ വേറൊരു കാര്യം,
കേരളത്തിന് പരിചിതമല്ല നൈറ്റ് ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ രാത്രി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഉള്ളൊരു ഇത് എന്തും കാണിക്കാൻ പറ്റിയൊരു ഇരുട്ടിന്റെ മറവിൽ എന്തും ചെയ്യാം അവർക്ക്. അപ്പൊ ആ ഒരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു എന്താ പറയാനാണ് ഒരു ക്യാമ്പയിൻ പോലും നടത്താതെ നിങ്ങൾ എന്തും ചെയ്തോ മക്കളെ എന്ന് പറഞ്ഞാൽ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയല്ലേ വരുള്ളൂ. പിന്നെ അപ്പൊ ആദ്യം വേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇതുപോലെ നൈറ്റ് ലൈഫ് ഉള്ള എത്രയോ സ്ഥലം ഇപ്പൊ ഹൈദരാബാദിലായാലും ബാംഗ്ലൂരായാലും മറ്റ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മാത്രം എല്ലായിടത്തും നോക്കുക. കേരളത്തിൽ മാത്രം എന്ത് വിദ്യാസമ്പന്നരായ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിൽ മാത്രം എന്ത് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു അവർ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളും രാത്രി പോലീസ് പട്രോളിംഗ് ഉണ്ട് ഇവിടെ. പക്ഷെ എന്നിട്ടും പലയിടത്തും അടയ്ക്കുന്നുമുണ്ട്. ഇപ്പൊ അടച്ച് ആ ഒരു രീതിയാണ് അടച്ചു പോകുക. അപ്പൊ അതിനർത്ഥം നമ്മൾ അക്രമികൾക്ക് വഴിയൊരുക്കുന്നു എന്നതിനുള്ള ഒരു ഇതും കൂടെയാണ് ഇപ്പൊ അടച്ചിട്ട് പൂട്ടി പോവുക എന്നുള്ളത് തന്നെ. അപ്പൊ ആദ്യമായിട്ട് എന്താണ് വേണ്ടത്, നൈറ്റ് ലൈഫ് എന്താണെന്ന് കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്താൻ ഇവിടെ സാധിച്ചിട്ടില്ല. അതെ, നമുക്കും സന്തോഷമാണ് നൈറ്റ് ഏറ്റവും ഭംഗി, പകലിനേക്കാളും രാത്രി കുറച്ചുകൂടെ ഭംഗിയാണ്. അത് എല്ലാവർക്കും പകലിനെ പോലെ തന്നെ അവർക്കും ആഘോഷിക്കാനുള്ള ഒരു ഇത് സിറ്റുവേഷൻ ഒരുക്കുക. എന്നിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ ബാക്കി നേരത്തെ പറയുമ്പോൾ തന്നെ ഇതിന്റെ സാമൂഹ്യ വിരുദ്ധർ തന്നെ അത് മുതലാക്കി ഇങ്ങനെ സ്ഥിരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് സമ്പ്രദായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ സ്ത്രീകളുണ്ടാകും, കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, എല്ലാവർക്കും രാത്രി ജീവിതം ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലതുമാണ്. രാത്രി ജീവിതം ആസ്വദിക്കുന്നതൊക്കെ ഒരു പുതിയ ആഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന്റെ പുതിയ ലോകം തന്നെയാണ്. പക്ഷേ നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ മാനമര്യാദയോടെ അതിന് വേണ്ട സംഗതികൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ചെയ്യേണ്ട കടമയാണ്. അത് ചെയ്തു കൊടുക്കുക. മാത്രമല്ല ഇത്തരം ശല്യങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രതിസന്ധികളും സംഘർഷങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവിടെ ഒരുക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ ഇതുപോലെ മയക്കുമരുന്ന് ലോബിയുടെ, കഞ്ചാവ് ലോബിയുടെയൊക്കെ കൈപ്പിടിയിൽ അമരുന്ന കാഴ്ച ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കാണേണ്ടി വരും. നമ്മുടെ യുവസമൂഹം വഴിതെറ്റിപ്പോകുന്ന ആ ദുഃഖകരമായ കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് പോകുന്നത് നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഈ പിടിക്കപ്പെട്ടവരെയൊക്കെ റൂട്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഉന്നത ബന്ധങ്ങളോ രാഷ്ട്രീയ സ്വാധീനം ഉള്ളിടത്ത് തന്നെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു നടപടി വരാത്തത്. നമ്മൾ പരിശോധിക്കും. ഇപ്പൊ തന്നെ മാനവീയത്തിൽ ഈ വർഷം 7ാമത്തെ കേസ് എന്തുവാണ് ഇത് നടക്കുന്നത്. അത് മാത്രമല്ല ഇത് കേസായിട്ടുള്ളത്. ബാക്കി രജിസ്റ്റർ ചെയ്യാതെ അവിടെയുള്ള പ്രശ്നങ്ങൾ ഒരു ദിവസേന നടക്കുന്നുമുണ്ട് അവിടെ. ഇതെല്ലാം തന്നെ ഇവരിപ്പം ഈ പ്രതികളെ പിടിച്ചെന്നിരിക്കട്ടെ, ഇതിപ്പോ വലിയ പ്രശ്നമായതുകൊണ്ട് ഇത് വലിയ രീതിയിൽ വാർത്താ ലോകം അറിയുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല. മറ്റുള്ള പ്രതികൾ എങ്ങനെയായാലും ശരി തന്നെ അവർക്കെല്ലാം തന്നെ ഒരു ഉന്നത രാഷ്ട്രീയ ഒരു ബന്ധമുണ്ട്. അവരുമായിട്ട് കൊണ്ട് അവർ സുഖമായിട്ട് ഊരിപ്പോവുകയും ചെയ്യുന്നു. പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ഈ കേരളത്തിലുടനീളം നടക്കുന്നതാണ്. കാരണം ഇപ്പൊ കള്ളായാലും കഞ്ചാവായാലും എന്തായാലും തന്നെ ബോംബാക്രമണത്തിന് പോലും ഇപ്പം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിലാണ്. അങ്ങോട്ട് രാഷ്ട്രീയത്തിന്റെ അവരുടെ ഒരു പാർട്ടികളുടെ പേരിലേക്കാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ടെല്ലാം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വല്ല അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെ, ക്രമസമാധാന പാലനം, അതായത് മനുഷ്യന് സമാധാനത്തോടെ സമൂഹത്തിൽ ജീവിക്കാൻ, അവന് അവന്റെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവന് ഇതുപോലെയുള്ള ആഘോഷ വേളകളിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ട്. അപ്പം ആ ഒരു അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാനവീയ വീഥി പോലുള്ള ഇത്തരം രാത്രി ഉല്ലാസ കേന്ദ്രങ്ങൾ അടച്ചിടുകയാണ്. അവിടെ അതൊക്കെ നിരോധിച്ചുകൊണ്ട് അടച്ചിട്ട് അവിടെ ആ ഒരു ഇരുട്ടിന്റെ ആ ഒരു അവസ്ഥ തന്നെ സൃഷ്ടിക്കുകയാണ് ഇതിനൊരു പരിഹാരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഒരു 11 മണി വരെ എന്നൊക്കെയായിരുന്നു സമയം. പിന്നീട് അത് മാറ്റി. പിന്നീട് അതേക്കുറിച്ച് ശ്രദ്ധിക്കാതായി, പോലീസോ മറ്റ് ആൾക്കാരോ അതേക്കുറിച്ച് ശ്രദ്ധിക്കാതായി. അവിടെ തോന്നിയാസങ്ങൾ സ്ഥിരമായി. അതോടുകൂടി കുടുംബങ്ങളുടെ വരവ് നിലച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ വീട്ടിനടുത്ത് ഒരു സുഹൃത്ത് അവിടെ പോയപ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികൾ, ഒരു കൂട്ടം ആൺകുട്ടികൾ എത്തി. എല്ലാവരും ക്രമാതീതമായി മദ്യപിച്ച് 4 കാലിലാണ് അവിടെ വന്നിറങ്ങിയത് തന്നെ. വന്നിറങ്ങിയത് ഉടനെ തന്നെ നൃത്തം തുടങ്ങി. എന്നിട്ട് അവരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ തന്നെ, അതായത് സുഹൃത്തുക്കൾ തമ്മിൽ തന്നെ ചീത്തവിളിയും അസഭ്യം പറച്ചിലും ഒക്കെ ആയി. അപ്പം അവിടെ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ട് സ്ത്രീകൾ. അവരെല്ലാവരും കൂട്ടത്തോടെ അങ്ങ് പോവുകയും ചെയ്തു. കാരണം ഇത് പ്രശ്നമായെങ്കിലോ എന്ന് വിചാരിച്ച് അവർ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു. ഇവരവിടെ കിടന്ന് ആടുകയും പാടുകയും തലകുത്തി മറിയുകയും എന്തൊക്കെയോ ചെയ്തു. അപ്പം അതാണോ നൈറ്റ് ലൈഫ്? അതാണ് ചോദിക്കേണ്ടത്. ക്രമസമാധാന പാലനം ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, മദ്യപിച്ച് ലക്ക് കെട്ട് കൂത്താടുന്നതാണോ നൈറ്റ് ലൈഫ് എന്ന ചോദ്യവും സാംസ്കാരിക കേരളം ചോദിക്കേണ്ടതാണ്. അതെ, ഇതിപ്പം ഇവിടെ മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുമ്പോൾ, അതായത് നമ്മുടെ ഒരു പ്രൈവസി ഇപ്പം പൊതുവടം തന്നെയാണ് എങ്കിലും നമ്മുടെ നെഞ്ചത്തേക്ക് വരുമ്പോൾ നമ്മൾ ചോദ്യം ഉന്നയിച്ചു പോകും. ഇപ്പൊ തന്നെ നമ്മളിപ്പോ നടന്നു പോകുമ്പോഴേ ഇത് റീൽസിന്റെ പേരിലാണെന്തോ അടിയായിരുന്നു. അപ്പം സാധാരണക്കാരന് നടന്നൊരു വഴിയിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ അങ്ങനെ ചെയ്യരുത്, നമുക്കത് ബുദ്ധിമുട്ടാവണമെന്ന് പറയുമ്പോൾ നീ പോടാന്ന് പറയും. അവിടെയാണ് ഒരു പ്രശ്നം തുടങ്ങുന്നത്. ഇതിപ്പോ അവിടെ മാത്രമല്ല, ഒരു തിയേറ്ററിൽ പോയാലും ശരി തന്നെ നമുക്കൊരാൾക്ക് പറയാൻ പറ്റില്ല. ഒരു തിയേറ്റർ മാനേഴ്സ് എന്ന് പറയുന്ന സംഭവമില്ല. അതിനകത്ത് ഒരു സിനിമ കാണുമ്പോൾ തന്നെ അതിനകത്ത് ചിലപ്പോൾ മദ്യപിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഉറക്കെ ഫോൺ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് വിലക്കാൻ പറ്റില്ല ഇപ്പോൾ. കാരണം അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവർക്ക് ചെയ്യേണ്ട ഒരു മാന്യതയാണ് അതൊക്കെ. കാരണം തിയേറ്ററിൽ പോയാൽ
ഫോൺ മാറ്റി വെക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ സ്വകാര്യത അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സൗകര്യത്തിനെ ഭേദിക്കുന്ന തരത്തിൽ ഇവർ പെരുമാറുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ലഹരിക്ക് അടിമയായി മാറിയിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ രാസലഹരി എന്ന് പറയുന്നത് കേരളത്തിന്റെ യുവത്വത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് ഇത്തരം കേന്ദ്രങ്ങൾ അതിനൊക്കെ ഹേതുവാകുന്നു, അല്ലെങ്കിൽ അതിന്റെ വിതരണ മേഖലയാകുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളും പരാതികളുമുണ്ട്. പക്ഷേ ഒന്നും അന്വേഷണം നടത്തേണ്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രം ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു 3-4 മാസം മുൻപ്. കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷന്റെ സ്റ്റോറുകളിൽ, അവരുടെ ഔട്ട്ലെറ്റുകളിൽ ക്യൂവിന്റെ അളവ് കുറയുന്നു, പ്രത്യേകിച്ചും യുവാക്കളുടെ എണ്ണം കുറയുന്നു. എന്താണ് ഇതിനേക്കാൾ നല്ലത് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ മദ്യപിക്കുന്നില്ല. മദ്യത്തിന് പകരം മദ്യത്തേക്കാൾ കൂടുതൽ ലഹരി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന രാസലഹരി പദാർത്ഥങ്ങളിലേക്ക് നമ്മുടെ യുവത്വം കടന്നു ചെല്ലുന്നു. ആ ഭീകരാവസ്ഥയിലേക്ക് നമ്മുടെ യുവജനത എത്തുന്നു എന്ന ഏറ്റവും ആപൽക്കരമായ ഒരു കാര്യത്തിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു അത്. പ്രായമായവർ മാത്രമേ ഉള്ളൂ. ഒരു 40, 45, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആണ് കൂടുതലും ബിവറേജസ് കോർപ്പറേഷന്റെ ക്യൂകളിൽ കാണപ്പെടുന്നത്. അല്ലാത്തവർ, ആ യുവത്വം എന്ന് പറയുന്നത് ഇല്ല. അവർക്ക് മദ്യമൊന്നും വേണ്ട. പ്രായപൂർത്തിയായ യുവാവിന് മദ്യപിക്കാനുള്ള അവകാശമുണ്ട്. സർക്കാർ സംവിധാനം വഴി അത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് ക്യൂവിൽ നിന്ന് മേടിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഘട്ടത്തിൽ ഇപ്പം അതൊന്നും വേണ്ട എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഇവർ വഴി കഞ്ചാവും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില ലഹരി പദാർത്ഥങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അവരെയൊക്കെ പരിശോധിക്കാനോ അവർക്ക് വേണ്ട നടപടികൾ, അവർക്ക് പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാനോ ഒക്കെ പോലീസോ എക്സൈസോ തയ്യാറാകുന്നുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. വലിയ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവർക്കതൊരു വലിയ ബിസിനസ് പോയിന്റ് ആയിട്ട് അവർക്ക് മാറിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ തുച്ഛമായ വിലയിൽ വാങ്ങി ഇവിടെ വന്ന് വൻ വിലയിലാണ് വിൽക്കുന്നത്. മാത്രമല്ല, ഒന്നിന് പകരമായിട്ട് അടുത്ത് കുറച്ചുകൂടെ ലഹരിയുള്ള ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് കൂടും, അതിന് വിലയും കൂടും. അങ്ങനെ യുവാക്കളുടെ കയ്യിൽ നിന്ന് നേരത്തെ പറയുന്ന പോലെ തന്നെ യുവാക്കളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കും. ഇത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന പൈസ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരിങ്ങനെ ഇവിടെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നോക്കുക, ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മദ്യം മാത്രമാണോ ഉള്ളത്? സത്യാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പലതും നമ്മുടെ ഒരു അറിയാവുന്ന കുട്ടികളുള്ളതുകൊണ്ട് അതൊരു വലിയ വിവാദമാക്കേണ്ട എന്ന പേര് കൊണ്ട് നമ്മൾ അതിന് പുറത്ത് പറയാറില്ല. ഇത് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മദ്യപാനം മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള കഞ്ചാവ്, അതുപോലെ തന്നെ ഗുളികകളും മറ്റതും നമ്മൾ കേട്ടിട്ടില്ലാത്ത പലതരം വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ബാധിക്കും. ഈ ഒരു ചടങ്ങ് കുളമായി പോകും. അത് ആ ഒരു കാരണം കൊണ്ട് പറയാതിരിക്കുകയാണ്. കാരണം മദ്യം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. പലർക്കും ഇത് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ വിപത്താണ്. ഇത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങളും നമ്മുടെ വികസനവും പുരോഗതിയും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്നു വരുമ്പോൾ ഇതിനെ ഇവിടെ ഉന്മൂലനം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? അവരെന്താ ഇതിനകത്ത് ഇടപെടാത്തത്? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ യുവജന സംഘടനകളോ എന്തിന് സർക്കാർ സംവിധാനങ്ങളോ കൃത്യമായി ഇതിനകത്ത് ഇപ്പോൾ എക്സൈസ് ഒരു കേസെടുത്തു. അത് കേസിന്റെ വഴിക്ക് പോകും, കോടതി ഹാജരാക്കും, റിമാൻഡ് ചെയ്യും, ജാമ്യം കിട്ടും, കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു തുടരന്വേഷണമോ ഒന്നുമില്ല. അപ്പം ഈ എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ പോലീസ് വകുപ്പ് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റി അതങ്ങ് തീർക്കുന്നു. പക്ഷേ ഇത് സമൂഹത്തെ ഇത്ര കാര്യമായി ബാധിക്കുന്നൊരു വിഷയമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിനോ രാഷ്ട്രീയക്കാർക്കോ പറ്റാത്തതെന്താണ്? ഇവിടെ മദ്യമുണ്ട്, അല്ലെങ്കിൽ മദ്യത്തിൽ വ്യാജമദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, മറ്റേ LSD സ്റ്റാമ്പുണ്ട്, MDMA ഉണ്ട്, എന്നിട്ട് പേര് പോലും പറയാൻ നമുക്ക് അറിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ യുവാക്കൾക്കിടയിലേക്ക് ഒരു ഹരമായി മാറുമ്പോൾ അതിനെ ഇവിടെ ഇല്ലായ്മ ചെയ്യും, ഇവിടുത്തെ യുവതലമുറയുടെ ഭാവിയെ സംരക്ഷിക്കും എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തയ്യാറുള്ള ഒറ്റ സ്ഥാനാർത്ഥിയും കണ്ടിട്ടില്ല. സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ പ്രശ്നങ്ങളും അവർക്കെതിരെയുള്ള കുറ്റങ്ങളും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ജനങ്ങൾ എനിക്കൊപ്പമുണ്ട് എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമോ വിഷയമോ ഒന്ന് ചർച്ചയ്ക്കെടുക്കാൻ, രാഷ്ട്രീയമല്ലാത്ത ഒരു വിഷയം, അത് സമൂഹത്തിനെ ബാധിക്കുന്നൊരു വിഷയം, അത് ചർച്ചയ്ക്കെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അത് ഏത് പാർട്ടിയായാലും ശരി. അത് യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ, ചേട്ടൻ പലപ്പോഴും ചോദിക്കുന്നത് യുവാക്കൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയവാദികളായിട്ട് എന്തുകൊണ്ട് അവർ വരുന്നു? ഇവരൊക്കെ ആകർഷിക്കുന്നത് ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളൊന്നുമല്ല. എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരാൾ ആകർഷണമാകുന്നത്? എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായിട്ട് അവരിപ്പോൾ നമ്മൾ നോക്കുക, രാഷ്ട്രീയ പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. പിന്നെ എങ്ങനെയാണ് മനസാക്ഷിയുള്ളൊരു യുവാവ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത്? അപ്പം സ്വാഭാവികമായിട്ട് അവരെ ആകർഷിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊടുത്തതാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് പലർക്കും അറിയാം. ഇപ്പോൾ ഇന്ന് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോകണമെങ്കിൽ അവൻ എന്ത് നേട്ടമുണ്ടെന്ന് നോക്കോളൂ. അല്ലെങ്കിൽ അവന് അറിയാം ഇതുകൊണ്ട് എനിക്ക് നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല, രാവിലെ തൊട്ട് ഈ വെയിലും കൊണ്ട് അവൻ പോകാൻ പോകുന്നുണ്ടോ? അവന് പൈസയ്ക്ക് വകുപ്പില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ മദ്യമോ മരുന്നോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ
വരും. ചിലപ്പോൾ ഉന്നത മേഖലയിലുള്ളവർക്ക് അറിയാൻ കഴിയില്ലായിരിക്കും, പക്ഷെ ഇത് രാഷ്ട്രീയമായ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പറയാം, തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു കോളേജ്, ഒന്നും പറയുന്നില്ല, ബാക്കിയൊന്നും പറയുന്നില്ല, അവിടെ ഈ മയക്കുമരുന്നും മദ്യവും കഞ്ചാവും സിഗരറ്റും ബീഡിയും അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് നമുക്കറിയില്ല. ഇത് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതും അവിടെ അത് വിൽപ്പന നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് അവിടെ വിതരണം നടത്തുന്നതുമൊക്കെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. ആലോചിച്ച് നോക്കി, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ തച്ചുടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അവിടെ വിതരണം ചെയ്യുകയാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഹസ്യമായ റിപ്പോർട്ടാണ്, കോളേജിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒക്കെ അറിയാം, പക്ഷേ അത് പറയുന്നില്ല. അത് ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ ധാർമ്മികത കൊണ്ടാണ്. കാരണം അതിന് കൃത്യമായി നമ്മൾ കണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവില്ല. ഒരു മാധ്യമ റിപ്പോർട്ടും ഒരു അന്വേഷണ റിപ്പോർട്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും ഇല്ലതാനും, അതുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ പറയാത്തത്. അത്തരം ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എത്ര ഗുരുതരമാണ് ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ത് എന്നുള്ളതിന്റെ മറുപടി ശരത്ത് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് നോക്കിയാൽ ഇത് പൂർണ്ണമായി ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നത് വ്യക്തം അല്ലേ? അതെ, ഇതിപ്പം കോളേജുകൾ മാത്രമല്ല, ഈ ഹോസ്റ്റലുകൾ വഴി. കാരണം ഇപ്പോൾ തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം വിവിധ ഹോസ്റ്റലുകളിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് ഇത്തരം കാര്യം. അതാണ് ഈ അന്വേഷണ ഏജൻസികളൊക്കെ വന്ന് അവരെ അന്വേഷിച്ചപ്പോഴത്തും പലപ്പോഴും ഇവർ പരസ്യമായിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. ഇതൊക്കെ സത്യം പറയുമ്പോൾ നമ്മൾ നിത്യ ഉപയോഗ വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ജനറൽ കാര്യമായോണ്ട് ഇത് വലിയ ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും വലിയ സംഭവം അല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അതും സ്ത്രീകൾ, യുവതികൾ, 26-27 വയസ്സുള്ള യുവതികൾ, അതാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്. കാരണം ഇവർക്കറിയാം നമ്മുടെ ഇതിനകത്തുള്ള ഇതിന് മീഡിയേറ്റർ ആയിട്ട് വരുന്നത് സ്ത്രീകളും കുട്ടികളും. കാരണം അറിയാം, എപ്പോഴും ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെയാണ് അവരെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പം മദ്യം ഉണ്ടെങ്കിലും മദ്യം കൊടുക്കുന്നത് ചിലപ്പോൾ സ്ത്രീയിലായിരിക്കും ഒളിപ്പിക്കാൻ. അവിടെ മദ്യനിരോധന മേഖലയാണെങ്കിൽ സ്ത്രീക്കായിരിക്കും അത് ഒളിപ്പിക്കാൻ. അതേപോലെയാണ് അതെ, കുടുംബമായിട്ട് പോകുന്ന ആ രീതിയിൽ പല രീതിയിൽ ദുരുപയോഗം. നമ്മൾ സ്കൂളിലെ കാരിയർമാരായിട്ട് ഇത്ര സ്കൂൾ കുട്ടികളുണ്ടെന്ന് ഇപ്പം ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം റിപ്പോർട്ടുകൾ വരെ ഇവിടെ ലഭിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് പ്രവർത്തനം? ഇവിടെ ഒരു എത്രയോ കോടികൾ മുടക്കി ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയായിരുന്നു, ലഹരി വിമുക്ത എന്ന് പറയുന്നത്. എന്തുണ്ടായി? എന്നിട്ട് തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു സർക്കാർ സ്കൂൾ കേന്ദ്രീകരിച്ച് ചില പേരൻസ്, ചില രക്ഷകർത്താക്കള് ആരോപണം ഉന്നയിച്ചിരുന്നു. 7ലും 8ലും പഠിക്കുന്ന പെൺകുട്ടികൾ കഞ്ചാവ് വലിക്കാൻ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കഞ്ചാവുമായി വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ അമ്മയാണ് പ്രതികരിച്ചത്, വളരെ ശക്തമായി തന്നെ പ്രതികരിച്ച് ആ കുട്ടി സ്കൂൾ മാറ്റി. അത് വലിയ വിവാദമായി. പക്ഷേ അന്നേരം പറഞ്ഞത് സ്കൂളിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണെന്നൊക്കെ. പക്ഷേ പരിശോധനയിൽ അത് സത്യമാണെന്ന് മനസ്സിലാവുകയും പിന്നീട് ആ വാർത്തയെക്കുറിച്ച് ഫോളോ അപ്പോ അന്വേഷണങ്ങളോ മറ്റൊന്നും കണ്ടില്ല. നമ്മുടെ രീതി അങ്ങനെയാണല്ലോ, ആദ്യം ബഹളം കൂട്ടി അങ്ങ് അന്വേഷിക്കും. വലിയ വാർത്തയായി കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അന്വേഷിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാർത്തയായാലും, മയക്കുമരുന്നല്ല, ഇതുപോലെയുള്ള കള്ളപ്പണമല്ല, കൊലപാതകമല്ല, എന്ത് കാര്യമായാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് തണുക്കും. അതേക്കുറിച്ച് പിന്നെ ആരും സംസാരിക്കാതാകും. പല മാധ്യമങ്ങളും അത് ഫോളോ അപ്പ് ചെയ്യുകയുമില്ല. പക്ഷേ ഗുരുതരമായ വിഷയങ്ങളാണ്. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടേ? ഇത് കേരളം ചോദിക്കണം. സ്ഥാനാർത്ഥികൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ, സാർ ഇവിടെ മദ്യവും മയക്കുമരുന്നും ഒഴുകുകയാണ്, ഇവിടെ രാസലഹരി ഒഴുകുകയാണ്, അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ അങ്ങയുടെ മനസ്സിൽ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഇവിടെ വോട്ട് ചോദിച്ചു വരുന്നവരോട്, രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കണം. ചോദിക്കാൻ നമ്മളും തയ്യാറല്ല, അതാ വേറെ പ്രശ്നം. ഇതെല്ലാം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും മടിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ആർജവത്തോടെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എത്തുന്നത് വരെ അത് ഒരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കത്തില്ല. എന്ന് അവൻ കുടിയനാണ്, വലിയ സ്വന്തം മക്കളെ കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ചിലപ്പോൾ അതിനെക്കാട്ട് വലിയ മദ്യപാനി, ചിലപ്പോൾ കഞ്ചാവും ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് അവർ അറിയില്ല. അവരുടെ വിശ്വാസത്തിൽ അപ്പുറത്തുള്ളായിരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് ഇറങ്ങിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് നമ്മളെ എല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒന്ന് വരാൻ പാടില്ല നമ്മുടെ നാളത്തെ സമൂഹത്തിൽ തന്നെ. കാരണം നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒക്കെ ഒരു മനോസ്ഥിതി എടുത്തു നോക്കുക. എല്ലാവരും ഭയങ്കര അഗ്രസീവാണ്. എവിടെയാണ് ഇവിടെ നമുക്ക് ഒരു വണ്ടി ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വളങ്ങാൻ തന്നെ തെറിവിളിയാണ്. അമ്മാതിരിയാണ്. ചിലപ്പോൾ നമുക്കറിയാം റോഡിൽ കയറി അടിയും പിടിയും ഒക്കെ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കാലം മാറിയിരിക്കുന്നു. ഒന്നും ചോദിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ യുവസമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ശരിക്കും ആശങ്കാകുലരാണ് നമ്മൾ. കാരണം ഈ ഒരു വളരെ അപക്വമായ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധമായ പശ്ചാത്തലത്തിലൂടെയാണ് അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രംഗത്തേക്ക് പോകാനും അത് എല്ലാവരും ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെ കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു മനസ്സ് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഉണ്ടാകുന്നു എന്നാണ് മനോരോഗ ചികിത്സാ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ പറയുന്നത്. ഇത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെന്ന് പല രീതിയിൽ ആവർത്തിച്ചിട്ടും
അതേക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ നേതൃത്വങ്ങളും ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ വലിയ അക്ഷന്തവ്യമായ തെറ്റാണ് ചെയ്യുന്നത്, അപരാധമാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് പ്രബുദ്ധ കേരളം, വിദ്യാഭ്യാസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേരളം, വലിയ ബൗദ്ധിക നിലവാരമുള്ള കേരളം, വലിയ ചിന്താശേഷിയുള്ള കേരളത്തിലെ ജനത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം അഭിമാനം കൊള്ളുമ്പോഴും ഈ കഞ്ചാവും മയക്കുമരുന്നും LSDയും MDMAയും മറ്റ് രാസലഹരിയും ഒക്കെ തന്നെ നമ്മുടെ യുവ തലമുറയ്ക്കിടയിൽ ഇങ്ങനെ ഹരമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, പണ്ട് കാലത്ത് ഒരു പെൺകുട്ടി സിഗരറ്റ് വലിച്ചുകൊണ്ടൊരു ജംഗ്ഷൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നോക്കില്ലേ, ചോദിക്കില്ലേ? ഇപ്പൊ കൂളായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞാൻ കഴക്കൂട്ടം എന്ന സ്ഥലത്തേക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയപ്പോൾ ഞാൻ ലൂസ്റ്റോക്കിൽ പറഞ്ഞാന്ന് തോന്നുന്നു, രാജ്മോഹൻ ചേട്ടൻ ഉള്ളപ്പോൾ പറഞ്ഞാന്ന് തോന്നുന്നു. ഞാൻ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴും കഴക്കൂട്ടത്തിന് പോത്തൻകോട് ആ പ്രദേശത്ത് എത്തിയപ്പോഴത്തേക്കും 2-3 പെൺകുട്ടികളും 2-3 ആൺകുട്ടികളും നിൽക്കുന്നു. അപ്പം ഇങ്ങനെ സിഗരറ്റ് വലിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂളായിട്ട് പുകയൂതി വിട്ടുകൊണ്ട് പബ്ലിക്, ഉദ്ദേശം 4 മണി ഞങ്ങളവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയത്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ചിലപ്പം വടക്കേന്ത്യക്കാരായിരിക്കും. ഒന്നുമല്ല, നല്ല ശുദ്ധ മലയാളം പറഞ്ഞുകൊണ്ട്, കാരണം അവരുടെ വേഷഭൂഷാദികളൊക്കെ അങ്ങനെയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കഥയൊക്കെ പറഞ്ഞ്, ഏതോ കോളേജിൽ സ്റ്റുഡൻസ് ആണ്, കഥയൊക്കെ പറഞ്ഞ് സിഗരറ്റും വലിച്ച് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പെൺകുട്ടി വന്നു, മറ്റേ കുട്ടിയുടെ സിഗരറ്റ് കത്തിച്ച് എടുത്ത് വെച്ച് ഈ കുട്ടി വലിക്കുന്നു, 2 പുക എടുക്കുന്നു, അത് കഴിഞ്ഞ് കളയുന്നു. നേരിട്ട് കണ്ട കാഴ്ചയാണ്. സിഗരറ്റാണോ വലിക്കുന്നത്, വേറെന്തെങ്കിലും ആണോ വലിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ അത് നമ്മുടെ ആ സമൂഹം പോയ പോക്ക് എത്രത്തോളമുണ്ട്. അപ്പോൾ ആണായാലും പെണ്ണായാലും ഏത് രീതിയിൽ നമ്മുടെ സമൂഹം തലതിരിഞ്ഞു പോയി, യുവസമൂഹം തലതിരിഞ്ഞു പോയി അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് സഹായകമാകുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ യഥേഷ്ടമുണ്ട്. പിന്നെ അവർ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് ചിന്തിച്ച് നമ്മളത് മറന്നു കളയുന്നു. അതെ, സിഗരറ്റ് വലിക്കുന്നതിന് ഇപ്പൊ നമുക്കറിയാം ആൺപെൺ വ്യത്യാസമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഉണ്ട്. പക്ഷെ അത് നമ്മളെ നിയമം പ്രൊവൈഡ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കുന്നു. മാത്രമല്ല അവർ ഇങ്ങനെ ഉപയോഗിക്കണം, മദ്യവും സർക്കാർ കൊടുക്കുന്നു, എവിടെ ഉപയോഗിക്കണം എന്നതിനാണ് കാര്യം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വലിക്കണം, അത് ആരായാലും ശരി തന്നെ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. എന്തോ ആയിരിക്കട്ടെ, അത് വലിയ തെറ്റ് തന്നെയാണ്. മാത്രമല്ല വേറെ ഞെട്ടിക്കുന്ന കാര്യം, ഇവർ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ഈ സിഗരറ്റ് വലിക്കും, നമ്മൾ ഈ മദ്യപാനത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ബ്രത്ത് അനലൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം കൂടെയാണ് നോക്കുക. അത് കാരണം ഇപ്പോൾ അവർക്ക് കഞ്ചാവ് വലിച്ച് വണ്ടി ഓടിച്ചാൽ തെറ്റില്ല, കാരണം അത് പരിശോധിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. മറ്റ് രാസലഹരിയാണെങ്കിലോ ഒരു ഏതാണെന്ന് അറിയില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആ ഒരു രീതി കൂടെ മാറിയത്. കാരണം ഇവ പിടിച്ചു കഴിഞ്ഞാൽ 10,000-20,000 ഒക്കെ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ തെളിവില്ല. ഇപ്പൊ ചിലപ്പോൾ അതിനുവേണ്ടി പിന്നെ ആശുപത്രികളിൽ പോണപ്പോ സുഖമായിട്ട് കൈമടക്കെല്ലാം കൊടുത്തെങ്കിൽ അപ്പൊ തന്നെ രക്ഷപ്പെടുകയും ചെയ്യും. അവർക്ക് രക്തം പരിശോധിച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണെന്നാണ് പ്രയാസമാണ്. അത്തരത്തിൽ പല രീതികളും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം AI ക്യാമറ വെച്ചു, അതുകൊണ്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നന്നായി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. ചിലപ്പോൾ മദ്യപിച്ച വണ്ടി പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കഞ്ചാവ് അടിച്ച് വരുന്നവനെ പിടിക്കാൻ പറ്റില്ല. അത് വലിയ രീതിയിലാണ് അവർ പറയുന്നത്. മദ്യത്തിന്റെ 100 ഇരട്ടി ബോധവാന്മാരായിട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ വെറും മടയത്തരമാണെന്നാണ് ഇത്. കാരണം ബേസിക്കിൽ നിന്ന് തുടങ്ങാതെ ഇവർ ഇങ്ങനെ കാണും. കാരണം ഇതെല്ലാം തന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങാതെയാണ് ഇവരെല്ലാം തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. നമ്മൾ മാനവീയത്തിലെ ഒരു സംഭവം അത് തന്നെയാണ്. കൃത്യമായ ബോധവൽക്കരണമല്ല, നൈറ്റ് ലൈഫ് എന്താണെന്ന് കേരളീയർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പേ തുറന്നു കടത്ത് നിങ്ങൾ ആഘോഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ലഹരി മാഫിയെ പിടിച്ചു കെട്ടാതെ ഇവിടെയുള്ള കുറച്ച് പേരെ പിടിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ആരെങ്കിലും പിടിക്കാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇല്ല. അതിന് രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് അതിനുള്ള ആർജവും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർജവും ഇല്ല അവർക്ക്. ഒരു 3-4 വർഷം മുമ്പ് ഒരു CPI നേതാവിന്റെ ഇടുക്കിയിലുള്ള റിസോർട്ടിൽ ലഹരി പാർട്ടി നടന്നു. അത്ഭുതമില്ല. CPIയുടെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാ, പേര് പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം റിസോർട്ടാണ്. അദ്ദേഹം അറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് അറിയാതെ അവിടെ നടക്കില്ലല്ലോ. കുടുംബിനികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു, പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മളിതൊക്കെ എത്ര പറഞ്ഞുകൊണ്ടിരുന്നാലും ഇതിനകത്ത് ഇതൊക്കെ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അധികാരസ്ഥാനത്തിരിക്കുന്നവരായാലും ഈ ലഹരി വിതരണ രംഗത്തുള്ളവരായാലും ചിരിക്കുകയുള്ളൂ. കാരണം ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ ഉള്ളിൽ ചിന്തിക്കുന്നത്. പക്ഷേ നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ, പ്രത്യാഘാതങ്ങൾ നമ്മുടെ യുവതലമുറയ്ക്കുണ്ടാകും. അതിപ്പോൾ മാനാഞ്ചിറയായാലും ശരി, സുഭാഷ് പാർക്കോ മറൈൻ ഡ്രൈവോ ആയാലും ശരി, ഇവിടെ മാനവീയം വീഥി ആയാലും ശരി, എവിടെയായാലും ആഘോഷങ്ങൾ നടന്നോട്ടെ, നൈറ്റ് ലൈഫ് ആസ്വദിച്ചോട്ടെ, ആടിക്കോട്ടെ, പാടിക്കോട്ടെ, പാട്ട് പാടിക്കോട്ടെ, പരസ്പരം പുണർന്ന് ആലിംഗനം ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ അതൊക്കെ തന്നെ ലഹരിയുടെ ഗുരുതരമായ, മനുഷ്യന്റെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഹബ്ബുകളായി മാറുന്ന കാഴ്ച ഇനി കാണാൻ ഇടവരരുത് എന്ന ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളത്. ഏത് മേഖലയും മയക്കുമരുന്ന് കടത്തിന്റെ കേന്ദ്രങ്ങൾ, ഇത്തരം ആഘോഷവേളകൾ മയക്കുമരുന്ന് കടത്തിന്റെയും ഉപയോഗത്തിന്റെയും വിതരണത്തിന്റെയും ഒക്കെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ നമ്മുടെ യുവസമൂഹം അവരുടെ ഭാവി എന്താകും എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ മക്കളുടെ ഭാവി എന്താകും എന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. തെരഞ്ഞെടുപ്പാകുമ്പോൾ ക്രമസമാധാനം എന്നത് അത്യാവശ്യമാണ്.
അക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള അതിക്രമങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ലഹരി പിടിക്കലും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കലും ഒക്കെ നടക്കുന്നത് എന്നത് അത്യന്തം ഗുരുതരമായ ഒരു വിഷയം കൂടിയാണ് അല്ലേ? മനുഷ്യനാക്കിയാലേ പറ്റില്ല. കാരണം നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ പറയുന്നു രാത്രി കാലത്ത് കള്ളനെയും കൊള്ളക്കാരെയും അല്ലെങ്കിൽ ഭൂതപ്രേതങ്ങളെയൊക്കെയാണ് പേടിച്ച് നൈറ്റ്, അതായത് രാത്രി എന്നുള്ളൊരു പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് മനുഷ്യനെ തന്നെ പേടിക്കുന്ന അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും പറയും രാത്രി പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പറയും വഴിക്കറി അടുകളിലും ഉണ്ടാക്കലേ, കാരണം നമ്മളിങ്ങനെ രണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളാണ് ഇങ്ങനെ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പം ഭൂതവും പ്രേതോ കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നും അല്ല, മനുഷ്യനെ തന്നെയാണ് പേടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നിന്ന് മാറ്റേണ്ട, മനുഷ്യത്വം തുളുമ്പുന്ന ഒരു സംസ്ഥാനമാക്കി അല്ലെങ്കിൽ രാജ്യമായിട്ട് ലോകമായിട്ട് മാറ്റിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. നമസ്കാരം.